അനി നീ കേൾക്കണം കേട്ടോ. അയ്യോ അടിയൊന്നുമല്ല, ചവിട്ട് ഗീതയുടെ പറമ്പില. അവിടെ നിന്ന് അവർക്ക് എടുത്തോണ്ട് വന്നു. ജഗദീശ്വരൻ ജയ ജയ ഹേ രൂപത്തിൽ ബിപിൻ ദാസ് എന്ന ഡയറക്റ്റിലൂടെ എൻ്റെ ജീവിതത്തിലേക്ക് നയിച്ചതാണ്. എൻ്റെ ദുഃഖങ്ങളെല്ലാം മാറാൻ ഒരു വഴിത്തിരിവാണ് എൻ്റെ ജയ. മോനെ ഇങ്ങോട്ട് വരുമ്പോഴേ അമ്മയ്ക്കൊരു ചെറിയ പ്രൊമാക്സ്. പൃഥ്വിരാജ് എല്ലാരും പറയും ഭയങ്കരമായിട്ട് സംസാരിക്കുന്നില്ല, കുറച്ച് ജാടയാണെന്നൊക്കെ. എന്തോ എൻ്റെ ജാട മനുഷ്യനെ. മോനെ ഓക്സിജൻ നഷ്ടപ്പെട്ടാൽ മൂന്നിൻ്റെ അന്നേ പുഴു ഞവിക്കുന്ന ഒരു ശരീരമാണ്, മാംസപിണ്ഡമാണ്. പൃഥ്വിയെ സംബന്ധിച്ചിടത്തോളം അങ്ങ് എല്ലാവരോടും അങ്ങ് അരിഞ്ഞ് ഇഷ്ടം, പക്ഷെ മനസ്സിൽ ആ നന്മയുണ്ട്. പക്ഷേ ബേസലിനെ സംബന്ധിച്ച് അത് പ്രകടിപ്പിക്കും. ഓടി നടന്ന കുസൃതി, ആ സ്പ്രിങ് ചിരി കേൾക്കണം. ലൊക്കേഷനിൽ ഉണ്ടെന്ന് അറിയുന്ന നമ്മൾ 1 കിലോമീറ്റർ വരുമ്പോഴേ ആ സ്പ്രിങ് ചിരിയാകണം. അത് മകനായിട്ടേ സങ്കല്പിക്കാം. പ്രസവിച്ചത് കൊണ്ട് മാത്രമല്ല മകനാകുന്നത്, സ്വന്തം മകനെ പോലെ തന്നെയാണ്. ഇനി എത്ര സിനിമ ചെയ്താൽ അനശ്വരയും നിഖിലയൊക്കെ ആ അമ്മ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്നെ നല്ല ബഹുമാനത്തോടെ ഒരു സ്നേഹത്തോടെ. ദർശനയായിട്ട് എങ്ങനെ ദർശനം മോളെ ഞാൻ വിളിച്ചാലൊന്നും എടുക്കത്തില്ല, ഒരു കോണ്ടാക്റ്റും ഇല്ല, വിളിച്ചാൽ എടുക്കത്തില്ല. വാട്സാപ്പിൽ ഒത്തിരി മെസ്സേജ്. ബേസല് മോനെ എപ്പോഴെങ്കിലും എത്ര തിരക്കാന്നേലും എനിക്ക് പകരം മറുപടി ഇടും. ആ കവിതയുടെ വരി അമ്മയൊന്ന് ചൊല്ലാവോ? മർത്യ നീ ഓർക്കുന്നോ പോയ കാലം, നന്മ നിറഞ്ഞൊരാ നല്ല കാലം. ഹിന്ദു മുസ്ലിം ക്രിസ്തീയ ഭവനങ്ങളിൽ സന്ധ്യയാകുമ്പോൾ താഴെപ്പട്ടിണിക്കാരുണ്ടോ എന്ന് ചോദിക്കാതെ നടയടയ്ക്കത്തില്ല. ഇന്നതെല്ലാം മനുഷ്യൻ മറന്നു. വീട് വെച്ച് തന്നപോലെ ഓർത്തഡോക്സ് സഭയാണ്. ദേവലോക അരമനയിലെ ബാബാ തിരുമേനി. ആരോഗ്യമുള്ള ഒരു ശരീരവും കടവില്ലാത്ത ഒരു ജീവിതം ഉണ്ടെങ്കിൽ അതാണ് നമ്മുടെ അമ്മയിലൊക്കെ അമ്മ വേണ്ടാക്കളെ. ഇപ്പൊ അതിന്റെ ആവശ്യം ഉണ്ടോന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ അതിൽ ചേരുന്ന പൈസ കൊണ്ട് എനിക്ക് ഇപ്പോൾ ഒരു 10-20 പേർക്ക് എനിക്ക് എന്തെങ്കിലും ചെയ്യാവുന്നതാണ് എൻ്റെ മനസ്സ്. നമ്മുടെ പ്രകമ്പനം സെറ്റിലേതാണ് നവാസം. ഷൂട്ട് സ്ഥലത്ത് വെച്ച് ഇല്ലായ്മയായി പോയത് നമ്മുടെ സെറ്റിലാണ്. എല്ലാവരും എങ്ങനെയാണ് ഇപ്പൊ സെറ്റിൽ എല്ലാവരും ഇപ്പോഴും ആ ഒരു ഭീതി മാറിയിട്ടില്ല. ഫുള്ളൊരുക്കി ദൈവത്തെ വിളിക്കുന്ന എനിക്ക് നമുക്ക് ബേസിലിനെ ദർശന രാജേന്ദ്രൻ ഇടിച്ചിടുമ്പോൾ അയ്യോ എൻ്റെ മോനെ ചവിട്ടെന്ന് പറഞ്ഞ എന്തൊരു ചവിട്ടാ, എൻ്റെ മോൻ പോയി കിടന്നത് അപ്പുറത്തെ ഗീതയുടെ പറമ്പിലാന്ന് പറയുന്നുണ്ട്. ആ ഡയലോഗ് മതി ഈ ഒറ്റ ഒരാളെ മനസ്സിലാക്കാനായിട്ട്. എൻ്റെ കൂടെയുള്ളത് ആ അതിഥിയാണ് കനകമ്മ. ഇനി നന്നായിട്ട് ആ ഡയലോഗ് ഒന്ന് പറ. ഇങ്ങോട്ട് വിട്ടത് എൻ്റെ പെങ്ങളെ അവൻ്റെ ചവിട്ട് കൊള്ളാനാണോ എന്ന് ചോദിക്കും. അപ്പൊ എൻ്റെ മോനെ കിട്ടിയത് അടിയൊന്നും അല്ലേ. നീ ഉണ്ടായിരിക്കും അവിടെ എൻ്റെ ജീവിതകാലം മുഴുവൻ അവിടെ അടിയും കൊണ്ടുകൊണ്ട് ഇവിടെ കിടക്കാനും. അനി നീ കേൾക്കണം കേട്ടോ. അയ്യോ അടിയൊന്നുമല്ല, ചവിട്ടെന്ന് പറഞ്ഞാൽ എൻ്റെ ദൈവമേ, ഒരു മനുഷ്യനെ ഇങ്ങനെ എടുത്തിട്ട് ചവിട്ടാവോ? ഇവിടുന്ന് ചവിട്ട് കൊണ്ടിട്ട് ചെറുക്കം ധരിച്ച് വീണതങ്ങ് ഗീതയുടെ പറമ്പില. അവിടെ നിന്ന് അവരൊക്കെ എടുത്തോണ്ട് വന്നത്. ഈ ചെറുക്കം കിഴങ്ങനായിപ്പോണ്ടല്ലേ ഉള്ളെടുത്തിട്ട് തട്ടുന്നത്. വേറെ വല്ലവിടെ വന്ന് ഇതൊക്കെ നടക്കുമോ? ഈ ഡയലോഗ് ആദ്യമായിട്ട് നേരിട്ട് കേൾക്കാൻ പറ്റി. ഈ ഡയലോഗ് ഏത് ഉറക്കത്തിലും മറക്കില്ല. ഈ ഡയലോഗ് എന്നല്ല, എനിക്ക് നല്ല നമ്മൾ ഉൾക്കൊണ്ട എന്നിലേക്ക് കഥാപാത്രത്തെ ഉൾക്കൊണ്ട് ചെയ്യുന്ന ഏത് ക്യാരക്ടറും എത്ര വർഷങ്ങളായാൽ പോലും എനിക്ക് അതുകൊണ്ട് ഡബ് ചെയ്യാനൊക്കെ പോകുമ്പോൾ അവർ നല്ല ഓർമ്മയാത് ചെയ്യാൻ ഞാൻ മറക്കത്തില്ല. ഈ സിനിമയാണ് ദുഃഖങ്ങളിൽ നിന്ന് എൻ്റെ ജീവിതത്തിലേക്കുള്ള ജഗദീശ്വരൻ ജയ ജയ ഹേ രൂപത്തിൽ ബിപിൻ ദാസ് എന്ന ഡയറക്റ്റിലൂടെ എൻ്റെ ജീവിതത്തിലേക്ക് നയിച്ചതാണ് ഈ സിനിമ. എൻ്റെ ദുഃഖങ്ങളെല്ലാം മാറാൻ ഒരു വഴിത്തിരിവാണ് എൻ്റെ ജയ ജയ ഹേ. ആ ടീമിനോടും പ്രൊഡ്യൂസേഴ്സിനോടും അതിനകത്തെ ഫുഡ് പ്രൊഡക്ഷനിലെ ഓരോ വ്യക്തിയോടും ഞാൻ കടപ്പെട്ടിരിക്കുക. കാരണം അതിനകത്ത് ഏതൊരു മൺതരി ഉണ്ടോ ഞങ്ങൾ ലൊക്കേഷൻ പോലും എന്നെ ഞാനാക്കിയതാ. അതെനിക്ക് മറക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇത് ഇപ്പൊ കേട്ടല്ലോ, ഇനി കുറെ വിശദീകരണം ഒന്നും വേണ്ടല്ലോ. ഇതാണ് ഇന്നത്തെ എന്റെ അതിഥി കുടശനാട് കനകമ്മ. അമ്മേ നമസ്കാരം. ഓക്കെ മോളെ. സിനിമാറ്റിക്കിനും ഞാനാക്കിയ എൻ്റെ പ്രേക്ഷകർക്കും സ്നേഹവന്ദനം. ഓക്കെ അമ്മേ. അപ്പൊ അമ്മ ജയ 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 ഹേ ഈ സിനിമയാണ് അമ്മയെ അടയാളപ്പെടുത്തിയ സിനിമ. അതിനു മുൻപ് അമ്മ ഒരു സിനിമയില് അമ്മ സ്പൈഡർ ഹൗസ് ചെയ്തു.
പക്ഷെ അതെന്തോ സാങ്കേതിക കാരണങ്ങൾ ഒരാഴ്ച ഓടിയുള്ളത്. അതും എനിക്ക് നായികയുടെ അമ്മയായിട്ട് നല്ല ക്യാരക്ടറായിരുന്നു, അമ്മിണിയമ്മ എന്ന കഥാപാത്രം. ഇതിലെ ജയജയയിലെ അമ്മയുടെ ചെമ്പഴന്തി ചന്ദ്രബാബു ആണ് എന്നെ. അങ്ങനെ തുടക്കത്തിൽ ഒരാൾ ക്യാമറയുടെ മുമ്പിൽ കൊണ്ടുപോകുമ്പോൾ ക്യാമറ മുമ്പിൽ ആദ്യമല്ല സിനിമ. അതെ, പലരും അമ്മ ജയ 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 ഹിറ്റ് ആയതുകൊണ്ട് ആദ്യത്തെ മറ്റേ പടം ആദ്യം അഭിനയിച്ച പടം ഹിറ്റ് ആയില്ലെങ്കിൽ അതിനെ കുറിച്ച് പറയില്ല. പക്ഷെ അമ്മ നേരെ വിപരീതമാണ്, അത് എടുത്തു പറഞ്ഞു സ്പൈഡർ ഹൗസ് ആണ് ആദ്യം അഭിനയിച്ചതെന്ന്. അപ്പൊ ജയ ജയ ജയാണ് എന്റെ ഫസ്റ്റ് പടമെന്ന സത്യത്തിൽ ക്ലിക്കായ പടമല്ലേ നമ്മള് കണക്കാക്കണം. മറ്റേ സ്റ്റക്കായില്ലേ ഇടയ്ക്ക് വെച്ച്, അതുകൊണ്ട് നമ്മൾ ഇതാണ് എന്റെ പടം. ബേസിലിന്റെ അമ്മ, അങ്ങനെയാണ് ബേസലിന്റെ അമ്മ. ബേസല്, ദർശന, ആ മക്കളുടെ കൂടെ എനിക്ക് അഭിനയിക്കാം, എല്ലാ ടീമിന്റെയും കൂടെ. പ്രത്യേകിച്ച് അവർ രണ്ടും എൻ്റെ ഷൂട്ട് തീരുന്നെന്നോ പോകുന്ന രണ്ടുപേരും ഇങ്ങ് വന്നു. ആ ഒരു സ്നേഹം, വിപിൻദാസ് ആയാലും സ്നേഹത്തോടുള്ള നമുക്ക് പറഞ്ഞു തരുന്ന ആ ഒരു രീതി, ഒരു ലൊക്കേഷനിലെ എല്ലാവരും തമ്മിൽ സ്നേഹത്തോടെ ഇടപെടുന്ന ആ ഒരു രീതിയാണ് സിനിമയുടെ വിജയത്തിന് മുഖ്യ ഘടകം. അതെ അതെ. അപ്പൊ അങ്ങനെ ഒരു സ്നേഹത്തിൽ നിന്നാണ് അമ്മ ഇന്ന് ഇവിടെ വരെ എത്തി. തീർച്ചയായിട്ടും. അപ്പൊ ബേസിൽ എപ്പോഴും ബേസിൽ അമ്മയായിട്ടാണ് ശരിക്കും കാണുന്നതെന്ന് കേട്ടിട്ടുണ്ട്. അമ്മ എന്നാണ് വിളിക്കുന്നത്, അങ്ങനെയാണോ വിളിക്കുന്നത്? അമ്മ എന്നെ കളിയാക്കും, അമ്മ വന്നിട്ടുണ്ട്, ഉറക്കമായിരുന്നു ഇതുവരെ, കുറച്ചെടുത്തിട്ട് നമുക്ക് റെസ്റ്റാ, എവിടെയെങ്കിലും ഒതുങ്ങി നമ്മളെ ഇരിക്കും, അല്ലെങ്കിൽ കട്ടിലുണ്ടെങ്കിൽ അവിടോട്ട് ഞാൻ ചായ ഇച്ചിരി കഴിയുമ്പോഴേ ഷൂട്ട് സമയത്തേക്ക് ഇപ്പോൾ ഡയലോഗ് വന്ന് നാഷിദമോൻ ഡയലോഗ് വന്ന് പറഞ്ഞു തരും. ഒരു ഡയലോഗ് പറഞ്ഞു തന്നാൽ കുറേ സമയം കഴിയുമ്പോൾ എന്നെ ഒന്ന് വിളിച്ചോണത്ത്, അമ്മ ഡയലോഗ് ഞാൻ അങ്ങോട്ട് പറഞ്ഞു കേൾപ്പിച്ചു കൊടുക്കും. പായ് അമ്മ, ഞാൻ മറക്കത്തില്ല. അത് മനസ്സിലിട്ട് പ്രാപ്തിമാക്കിക്കൊണ്ടാണ് ഈ കിടക്കുന്നത്. അതെങ്ങനെ പ്രസന്റ് ചെയ്യണം, ആ കഥാപാത്രം എങ്ങനെ അത് മൂടി പിടിപ്പിച്ച് പ്രസന്റ് ചെയ്യാവുന്നതാണ് എന്റെ ചിന്ത. അപ്പം അമ്മയെന്നാണ് ഇപ്പൊ നമ്മള് ഗുരുവായൂർ അമ്പലനടയിൽ വരുമ്പോ അവിടെ ശരിക്കും അമ്മയിൽ നിന്ന് മാറി സെർവന്റ് ആയിട്ടുള്ള ക്യാരക്ടർ ലഭിച്ചപ്പോഴും എങ്ങനെയായിരുന്നു? എല്ലാവർക്കും ആയിരക്കണക്കിന് ക്രൗഡിനകത്ത് നിൽക്കുന്ന ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ടായാലും അവർക്ക് പോലും എന്നോടൊരു പ്രത്യേക സ്നേഹം, അതൊക്കെ നമ്മുടെ ഒരു മനസ്സിന് ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകം അതുപോലെ വന്ന ദിവസം തന്നെ വിപിൻദാസ് എന്നോട് പറഞ്ഞു, വാ ചേച്ചി ഇവിടെ ഇരിക്കെ. അപ്പോൾ പ്രത്യേകം അവിടെ വന്നിരുന്നു, മോനോട് സംസാരിച്ചപ്പം നല്ല രീതിയിൽ എന്നോട് പെരുമാറി. പൃഥ്വിരാജാണല്ലോ, നല്ല രീതിയിൽ എന്നോട് പെരുമാറിയതും. എന്നാലും ബേസിലായിട്ട് ഈ ജയ 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 എന്ന അമ്മയുടെ ക്യാരക്ടർ ആയിരുന്നു. നേരെ അപ്പുറത്തേല് വരുമ്പോ അതിലും ഒരു ജോലിക്കാരിയായിട്ടുള്ള ക്യാരക്ടർ, ജോലി ചെയ്യുന്ന ക്യാരക്ടർ ആണെങ്കിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പ്രസന്റ് ചെയ്യാൻ പറ്റിയ ക്യാരക്ടറാണ് ജയ ജയ എനിക്ക് വിപിൻദാസ് തന്നത്. അമ്മയുടെ കയ്യില് അല്ലെ കന ചേച്ചിയുടെ കയ്യില് ആ കഥാപാത്രം തന്ന എങ്ങനെ ആകും, അല്ലെങ്കിൽ എങ്ങനെ പറഞ്ഞു തന്നാ ചെയ്യുമെന്ന് ആത്മവിശ്വാസമുണ്ട് വിപിൻദാസ്. അതെ അതെ. അപ്പൊ അതുകൊണ്ടാണ് രണ്ടിലും നല്ല വേഷമായിരുന്നല്ലോ. അപ്പൊ അതുകൂടെ ആയപ്പോ പിന്നെ കുറെ ലെങ്ത് കൂടി എന്നോട് പറഞ്ഞു, വിഷമിക്കരുത് ചേച്ചി, കുറെ കളഞ്ഞു എന്ന്. കുറെ സീനങ്ങ് കളഞ്ഞു, അതൊക്കെ സ്വാഭാവികമാ. പക്ഷെ നല്ല സീനൊക്കെ കളഞ്ഞാൽ നമുക്ക് വിഷമമുണ്ട് ഒരു ആർട്ടിസ്റ്റിന്. അങ്ങനെ നല്ല സീൻ അതിൽ കട്ട് ചെയ്ത് നമുക്ക് പറയേണ്ട കാര്യമില്ല. കാരണം അത് കളഞ്ഞു എന്ന് പറയുന്നത് വിപിൻദാസിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്നതും ശരിയല്ല. ആണോ? എന്നെ ഞാനാക്കിയത് ഇവിടെ വരെ സിനിമ നാടക ഫീൽഡിലെ എനിക്ക് സ്റ്റാൻഡ് 50 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഡ്രാമ ലോകത്ത്. പക്ഷേ നമുക്ക് സിനിമ ബിഗ് സ്ക്രീനിൽ വരുമ്പോൾ ആ രണ്ട് വ്യത്യാസമാണ്. ഇത്രയും കഷ്ടപ്പാടിൽ നിന്ന് ഒരു സിനിമ ചെയ്തപ്പോഴത്തെ ദൈവം ആ ഒരു വ്യതിയാനം മനുഷ്യന്റെ ഭയങ്കരമാണ്. അപ്പൊ അമ്മന്ന് തന്നെയാണോ ഈ നമ്മുടെ ഗുരുവായൂർ അമ്പല നടയിലെ ആ ഒരു സിനിമ സെറ്റിൽ അമ്മന്നായിരുന്നോ ബേസിലേട്ടൻ വിളിക്കുന്നത്? ബേസിലൊക്കെ അമ്മ. പിന്നെ ഞങ്ങളുടെ കോമ്പിനേഷൻ സീൻ അധികമില്ല, ഒരു ഫോൺ മാത്രമേ ഉള്ളൂ. മോനാണോ? ഹലോ, മോനെ ഇങ്ങോട്ട് വരുമ്പോഴേ അമ്മയ്ക്കൊരു ചെറിയ പ്രൊമാക്സ്, അത് മതിയോ? കാരണം പ്രൊമാക്സിന് വിലയല്ലേ, ഏറ്റവും ചെറിയ പ്രൊമാക്സ് എന്ന് പറയാം. അത് പ്രൊമാക്സ് എന്തുവാ ഫോൺകാര് പരസ്യത്തിനിട്ട് അത്രയും ഭാഗം. നല്ല പരസ്യമാണല്ലോ കൊടുത്ത ഫ്രീ ആയിട്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ പൃഥ്വിരാജ് ചേട്ടന് പറയുകയാണെങ്കിൽ എല്ലാരും പറയും ഭയങ്കരമായിട്ട് സംസാരിക്കുന്നില്ല, കുറച്ച് ജാടയാണെന്നൊക്കെ. അമ്മക്ക് എന്താ തോന്നിയത് സെറ്റില്? എന്തോ ജാട മനുഷ്യന് മോനെ. ഓക്സിജൻ നഷ്ടപ്പെട്ടാൽ 3ന്റെ അന്നേ പുഴു ഞവിക്കുന്ന ഒരു ശരീരമാണ്, മാംസപിണ്ഡമാണ് നമ്മളുടെ. അതിൽ ആത്മീയമായ ജീവൻ നിലനിൽക്കുന്ന സമയത്ത് മാത്രമേ നമുക്ക് ചൈതന്യമുള്ളൂ. ആരും അഹങ്കരിക്കരുത്.
ഈ കുറച്ച് വർഷത്തിന് ശേഷം നാം ആരും ഈ ഭൂമിയിലില്ല. അത് മനസ്സിലാക്കിയാൽ മനുഷ്യൻ കുറെ ദുഷ്ടത ചെയ്യാൻ മടിക്കും. എവിടെ അതല്ല, പൃഥ്വിരാജ് പ്രൊഡക്ഷൻസും ആണല്ലോ. അപ്പൊ എങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ പെരുമാറ്റമൊക്കെ, സുഖവിവരൊക്കെ അന്വേഷിച്ച് അമ്മയോട് എങ്ങനെയായിരുന്നു? അവർക്ക് നല്ല സഹകരണമല്ലേ. അപ്പൊ ഒരുപാട് സഹകരിക്കാനെന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസർ അല്ലേ. പിന്നെ ആ സീനൊക്കെ വരുമ്പോൾ ഞങ്ങൾ കോമ്പിനേഷൻ സീൻ വേറെ ഒരുപാടില്ല എങ്കിലും അവർ രണ്ടും കൂടെ നിഖില വിമലും വൃത്തിയുടെയും കൂടെ പിണങ്ങിയിരുന്നിട്ട് ഞാൻ കൊതിയും നുണയും പറഞ്ഞാണ് വിട്ടത്. അപ്പൊ ഞാനും നിഖിലയും തമ്മിൽ നല്ലൊരു കോട്ടി സീൻ ഉണ്ടായിരുന്നു. അതെ അതെ. കോട്ടി സീൻ എന്ന് പറയുന്നത് ഞാൻ എഴുതിയ ഒരു കവിത 6 വരി വിപിൻ ദാസ് എടുത്തായിരുന്നു ആ സിനിമയ്ക്ക്. അപ്പൊ അപ്പൊ അതിന്റെ 6ാമത്തെ വരി പാടി പാത്രമല്ല ഇങ്ങനെ. അപ്പം തിരിച്ചു വരുന്നത് ഞാൻ അറിയുന്നില്ല. അടുക്കളയിൽ നിന്ന് സ്റ്റെപ്പ് കയറി വെളിയിൽ നിന്ന് കയറി അടുക്കള പുറകെ കൂടി ഇങ്ങ് വരുക എൻ്റെ അടുത്ത്. അപ്പം ചപ്പാത്തി സമൃദ്ധി എന്ന് വേണ്ട ഇന്ന് തിന്ന് തിമിർ രമണി പറയുന്ന ഡയലോഗ് നിഖില. ഞാൻ എന്ന് ഇവിടെ തിരിച്ചു വന്നാലും നീ ഇവിടെ ഉണ്ടാകണമെന്നാണ് കരുതിയത്. അത് നടന്നു. പാത്രങ്ങൾ ഓരോന്നായി പറക്കിയെടുക്കാൻ തയ്യാറായിരുന്നു രമണി. അത് അമ്മയുടെ കവിത അതില്ല. അത് ഞങ്ങൾ തമ്മിലുള്ള ഇത്. അതിൻ്റെയൊക്കെ പണിഷ്മെന്റ് ആണ് പ്രോട്ടീൻ പൗഡർ എടുത്തു തരുന്നത്. അപ്പൊ എല്ലാവരും എന്നോട് വിളിച്ച് ചോദിച്ചു സിനിമ കണ്ടേച്ച് അതിന് തൊട്ട് മുമ്പ് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടായോ, എന്ത് കാരണത്താലാണ് പണിഷ്മെന്റ് ഉണ്ടായതും പ്രോട്ടീൻ? അതിന് കാരണങ്ങളുണ്ടായിരുന്നു. അപ്പൊ ഈ ലെങ്ത് കൂടിയപ്പോ ഇല്ലേ കുറെ ഒത്തിരി ഇല്ലേ ആ സിനിമ ക്രൗഡിനകത്തിൽ എത്ര ആയിരങ്ങളാണ്. അപ്പൊ കുറെ നന്മയ്ക്ക് വേണ്ടി കളയുമ്പോൾ നമ്മള് പ്രത്യേകിച്ചും ബിബി നീ എന്ത് ചെയ്താലും മൊത്തം എന്റെ കഥാപാത്രം കളഞ്ഞാലും എനിക്ക് പരാതിയില്ല. അപ്പൊ അമ്മ ഇപ്പൊ ഒരു കവിതയുടെ കാര്യം പറഞ്ഞാല് നമ്മൾ ആ ലൈനൊക്കെ കേട്ട് അമ്മയുടെ കവിതയായിരുന്നു അതിന്റെ ലൈൻ ഒന്ന് പറയോ, എങ്ങനെയാണ് അതിലേക്ക് വന്നത്? ഞാൻ എൻ്റെ വേദനകളിൽ നിന്ന് പ്രകൃതിയും പഴയ മനുഷ്യന്റെയും പുതിയ മനുഷ്യന്റെയും ജീവിത രീതിയെക്കുറിച്ച് എൻ്റെ മനസ്സിൽ വേദനകൾ, എൻ്റെ ജീവിതാനുഭവത്തിലെ വേദന കൊണ്ട് ഒരു ദിവസം രാത്രി എഴുന്നേറ്റിരുന്നു ഉറങ്ങാതെ കവിത വന്നു. ഒരു ബുക്ക് അവിടെ ഇരുന്ന് എടുത്തു, അതിനകത്ത് രാത്രി തന്നെ അതങ്ങ് എഴുതി. ഒറ്റ രാത്രി കൊണ്ട് പഴയ കാലത്തിൻ്റെയും പുതിയ കാലത്തിൻ്റെയും താരതമ്യം മനുഷ്യ മനസ്സിന്റെ മാറ്റങ്ങളും ഞാനങ്ങ് എഴുതി. നല്ലൊരു കവിത. അല്ലമ്മേ, ഗുരുവായൂർ അമ്പലനടയില് ആ പാട്ടുണ്ടല്ലോ, ആ കവിത ഉണ്ടല്ലോ, അതപ്പോ അതിലേക്ക് എങ്ങനെയാണ് വിപിൻ ദാസ് ചേട്ടൻ എടുത്തത്? എങ്ങനെയാണ്? ഇഷ്ടപ്പെട്ടു. ഞാൻ എഴുതി ചേച്ചി വേറെ ഏതെങ്കിലും പാട്ടൊക്കെ ഒന്ന് പാടാൻ പറഞ്ഞപ്പോ അതൊന്നും വേണ്ട, ചേച്ചി എഴുതിയതുണ്ടല്ലോ ഒരു കവിത, അത് പറഞ്ഞല്ലോ, അതൊന്ന് പാടാൻ പറഞ്ഞു. ആ കവിതയുടെ വരി അമ്മയൊന്ന് ചൊല്ലാവോ? മർത്യ നീ ഓർക്കുന്നോ പോയ കാലം, നന്മ നിറഞ്ഞൊരാ നല്ല കാലം, പൊൻകതിർ നിന്നൊരാ നല്ല കാലം, ഇന്നും ഓർമ്മയിൽ മിന്നുന്ന പൊന്നുകാലം. അത്താഴ പട്ടിണിക്കാരെ തിരക്കിയ ചിത്തത്തിൻ നന്മയെ ഓർമ്മയുണ്ടോ? ഇന്ന് സത്യമാൻ ചിത്തത്തെ ഓർമ്മയുണ്ടോ? ചപ്പാത്തി സമൃദ്ധി എന്ന് വേണ്ട ഇന്ന് തിന്ന് തിമിർക്കുകയല്ലേ മർത്യൻ. സന്ധ്യയായാൽ പിന്നെ സ്വാർത്ഥമായുള്ളൊരു ഗേറ്റുകൾ പൂട്ടി ഉറക്കമല്ലേ മർത്യൻ, സ്വാർത്ഥമായിട്ടങ്ങ് ഉറക്കമല്ലേ. അതില സവർജില്ലി എന്നുള്ള വരിയാണ് അതില് വന്നത്. അത് കാരണം ശരിയല്ലേ, കൃത്രിമ ആഹാരങ്ങളൊക്കെ കഴിച്ച് തിന്ന് വീക്കരിച്ച് മറ്റേ ഹിന്ദു മുസ്ലിം ക്രിസ്തീയ ഭവനങ്ങളിൽ സന്ധ്യയാകുമ്പോൾ അത്താഴപ്പട്ടിണിക്കാരുണ്ടോ എന്ന് ചോദിക്കാതെ നടയടയ്ക്കത്തില്ല. ഇന്ന് അതെല്ലാം മനുഷ്യൻ മറന്നു. അതെ, ദർശന രാജേന്ദ്രനായാലും അനശ്വര രാജനും നിഖില വിമലും ഇവരൊക്കെ ആയിട്ട് അമ്മക്ക് നല്ലൊരു അടുപ്പമാണോ? അവരൊക്കെ വിളിക്കാറുണ്ടോ? നിഖില ഒരിക്കൽ എന്തോ എവിടെ ഒരു കഥാപാത്രത്തിന് വേണ്ടി നിഖില എന്നെ ഒന്ന് വിളിച്ചായിരുന്നു. അത് ഞങ്ങൾ ഒന്നിച്ചു കൂടി വർക്ക് ചെയ്യുന്നതിന് മുമ്പാ. പേരെന്തോന്ന് വെച്ചപ്പോ ഞാൻ അത് സേവ് ചെയ്തിട്ടതാ. അനശ്വരയും നിഖിലയും ഒക്കെ അമ്മ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്നെ നല്ല ബഹുമാനത്തോടെ ഒരു സ്നേഹത്തോടെ. അനശ്വരയുടെ കൂടെ ഇപ്പൊ ഞാൻ 3 പടം ചെയ്തു. ഇപ്പം മിസ്റ്റർ ആൻഡ് മിസ്സസ് ബാച്ചിലർ, അമ്മയുടെ അമ്മ മരിച്ചുപോയി, ഞാൻ അവളെ വളർത്തുന്നത്. അങ്ങനെ കുഞ്ഞിനെ, അവളെന്നല്ല ആ മകളുടെ കഥാപാത്രത്തെ ഞാൻ പറയുക. അപ്പൊ അനശ്വരയ്ക്ക് നല്ല സ്നേഹമാണ്. അവിടെ ചെറുപ്പം ഒരു കളങ്കമില്ലാത്ത ഒരു കിളന്ന മനസ്സാ, ഒരു കുസൃതി, ഒരു നല്ല. നമ്മുടെ അമ്മയും വരും, ഞങ്ങളൊക്കെ നല്ല കൂട്ടാ എല്ലാരും. അമ്മ ഇപ്പൊ അഭിനയത്തിലേക്ക് അഭിനയിക്കാൻ തുടങ്ങും. ദർശനയുടെ അമ്മ അഭിനയിക്കുന്നു. ദർശനയായിട്ട് എങ്ങനെ? ദർശനയും എന്നോട് ഒരുപാട് മോള് പോകുന്നിടത്ത് അമ്മയുടെ കാര്യം കൂടെ പറയണമെന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്തായാലും എന്നെ കൊണ്ടുപോകാനല്ലോ താല്പര്യം, അമ്മയല്ലേ. അമ്മ അഭിനയിക്കും. ഞങ്ങൾ രണ്ടും കൂടെ ഇതിനകത്തില് ഫ്ലവേഴ്സ് ചാനലിൽ ഒന്നിച്ചു കൂടിയായിരുന്നു. നമ്മുടെ അമ്മയ്ക്ക് ചാൻസ് കിട്ടണമെന്നുള്ള, അല്ലാതെ എന്നെ കൊണ്ടുപോകാനല്ലല്ലോ. ഇപ്പൊ ഒരു താല്പര്യം, സ്വന്തം അമ്മ അഭിനയിക്കുന്നുണ്ട്, അപ്പൊ അവർക്കൊരു അത് ചെയ്യൂ. അതങ്ങനെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. അത് കെറുവുണ്ടായിട്ടോ അമ്മയോട് ഒന്നും അല്ല.
അമ്മയോടുള്ള നമ്മള് സ്നേഹം കൊണ്ട്. നമ്മള് മോളെ എന്നെ ഞാൻ വിളിച്ചാലൊന്നും എടുക്കത്തില്ല. അന്നൊക്കെ വർക്ക് ചെയ്ത് പോയി കഴിഞ്ഞപ്പോൾ 2-3 പ്രാവശ്യമൊക്കെ എടുത്തു. പിന്നെ ഇതുവരെ പിന്നെ ഒരു കോണ്ടാക്റ്റും ഇല്ല, ഒരു കോണ്ടാക്റ്റും ഇല്ല. വിളിച്ചാൽ എടുക്കത്തില്ല. വാട്സാപ്പിൽ ഒത്തിരി മെസ്സേജ് ഇട്ട് നോക്കി, പിന്നെ ഞാൻ ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ ബേസല് മോന് എപ്പോഴെങ്കിലും എത്ര തിരക്കാന്നേലും എനിക്ക് പകരം മറുപടി ഇടും. വിപിൻ ദാസ് ഇടും. ഞാൻ എവിടെയെങ്കിലും ഒരു വർക്കിന് പോകും, അവരുടെ വാഗ്ദാനം, അവരുടെ ഒരു പോയിട്ട് വാ ചേച്ചി എന്നൊരു വാക്ക് കിട്ടാൻ വേണ്ടി. കാരണം അതങ്ങനാണ് എനിക്ക് എൻ്റെ കടപ്പാട്. കണ്ണ് നിറയും. വിപിൻ ദാസ് എന്ന വ്യക്തിയുടെ കാര്യം പറയുമ്പോൾ എൻ്റെ കണ്ണ് നിറയും. കാരണം നന്ദിയില്ലാത്തവർ കാണുമായിരിക്കും ലോകത്ത്, പക്ഷേ എനിക്ക് പറ്റത്തില്ലൊന്നും. നമ്മുടെ മാതാപിതാക്കളെ വന്ദിക്കുകയും സ്നേഹിക്കുകയും ആരാധിക്കുകയും അവരെ നോക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്മ ചെയ്യുന്നവരാരെയും നമുക്ക് മറക്കാൻ പറ്റും. അതെ, വിപിൻ ദാസ് എന്ന് പറയുന്ന അദ്ദേഹമാണ് നമുക്ക് തന്നത് നമ്മുടെ ഈ അമ്മയെ. അശ്വതി മോളെ ഞാൻ വിളിക്കും, ഭാര്യയെ മെഞ്ഞാന്ന് ഞാൻ വിളിച്ചു, അമ്മ എന്നുള്ള ആ വിളി. അനെ ചേച്ചി പോയിട്ട് വാ. ഇപ്പോൾ തന്നെ എനിക്ക് വാഴയ്ക്കകത്തിൽ എൻ്റെ ക്യാരക്ടർ ഞാൻ കാണിക്കാൻ ചെയ്തു വെച്ചേക്കുന്നത്. ഒരു മുസ്ലിം ക്യാരക്ടർ തട്ടമൊക്കെ ഇട്ടിട്ട് പ്രൗഢിയുള്ള ഒരു അമ്മച്ചി, മൊത്തം ആടയാഭരണത്തോട്. ഇനി അടുത്ത സിനിമയിലാണ് ഷൂട്ട് 2 ദിവസം കഴിഞ്ഞു. വിപിൻ ദാസേന്റെ അമ്മയോട് ഒരു പ്രത്യേക സ്നേഹം ഉണ്ടല്ലേ? അമ്മയോടൊന്നല്ല, മിക്ക ആർട്ടിസ്റ്റുകളുടെയും വേദനയിൽ നിന്ന് കടന്നു വരുന്ന ആർട്ടിസ്റ്റുകളെ ഉൾക്കൊള്ളാൻ വിപിൻ ദാസിന് കഴിയും. അതുകൊണ്ട് തന്നെ അദ്ദേഹം ചെയ്യുന്ന വർക്കുകൾ മഹാത്മ്യത്തോടെ പ്രസന്റ് ചെയ്യാനും ക്ലിക്കാവുമല്ലേ. അത് മനസ്സിൽ കണ്ട ത്രെഡാണ് ചെയ്യുന്നത്. പറഞ്ഞുകൊടുക്കും. വേറെ ആടെ കഥ എടുക്കുന്നതിലുപരി അദ്ദേഹവും കൂടെ പറഞ്ഞു കൊടുക്കുന്ന ആ ഒരു കഥ എടുക്കാനാണ് താല്പര്യം. ഇഷ്ടത്തിന് അപ്പൊ സംവിധാനം ചെയ്ത് പോകാം. അതെ അതെ. ഇപ്പൊ അമ്മയുടെ പുരവാസ്തുവിൽ അമ്മയുടെ ഹൗസ് വാമിങ്ങിനായാലും വിപിൻ ദാസും കുടുംബവും വന്നായിരുന്നു അല്ലേ? അവര് മാത്രമേ അച്ഛൻ്റെ കുടുംബവും പിന്നെ അശ്വതിമോടെ കുടുംബവും, അതായത് അമ്മായിയച്ഛൻ, അമ്മായിയമ്മ, വിപിയുടെ അച്ഛൻ, നല്ല രാജപ്രൗഢ ആ കലയാണത്. കുടുംബം തന്നെ നമുക്ക് കാണുമ്പോൾ അറിയാം ആ കുടുംബത്തിന്റെ ഒരു എന്തോ ചൈതന്യം. എല്ലാരും ഉൾക്കൊള്ളാനും കലയാണ്. കാണുമ്പോ തന്നെ കലയാണ്. അമ്മയിലെ അഭിനേത്രി അത്രത്തോളം അവർ ഭയങ്കര ഇഷ്ടം. അവരൊക്കെ വന്ന് എന്നെ ഇങ്ങനെ ചേർത്ത്, കലാകാരിയെ സംബന്ധിച്ചിടത്തോളം നമുക്കത് അവരെ ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ട്, അവർക്ക് നമ്മെ ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ കാര്യം, സ്നേഹം. ഇപ്പം ബേസിൽ പൃഥ്വിരാജ്, ഈ 2 പേരിലൊരു വ്യത്യാസം, അല്ലെങ്കിൽ അവരിൽ ആരെയാണ് നമുക്ക് കൂടുതൽ ഒരു അടുപ്പം ഇഷ്ടവും? അത് പൃഥ്വിയെ സംബന്ധിച്ചിടത്തോളം അങ്ങ് എല്ലാവരോടും അങ്ങ് അരിഞ്ഞ് ഇഷ്ടം, പക്ഷെ മനസ്സിൽ ആ നന്മയുണ്ട്. പക്ഷേ ബേസലിനെ സംബന്ധിച്ച് അത് പ്രകടിപ്പിക്കും. ഓടി നടന്ന കുസൃതി, ആ സ്പ്രിങ് ചിരി കേൾക്കണം. ലൊക്കേഷനിൽ ഉണ്ടെന്ന് അറിയുന്നത് നമ്മൾ 1 കിലോമീറ്റർ വരുമ്പോഴേ ആ സ്പ്രിങ് ചിരിയാകണം. അയ്യോ, അത് പുള്ളിയുടെ നേച്ചറാ. മോനെന്ന് എനിക്ക് പറയാം. കാരണം എൻ്റെ മോൻ്റെ ആ പ്രായത്തിലൊക്കെ അതേപോലെ മുഖച്ചായയും ചിരിയും പല്ലും എല്ലാം സാമ്യമല്ലേ. ആ മോനെന്ന് പറഞ്ഞാൽ എനിക്ക് വേശൽ മോനെന്ന് എൻ്റെ മനസ്സിൽ ഉൾക്കൊണ്ടുപോയി. എനിക്ക് ആ കന്നയല്ല മോളെ, നമ്മുടെ വേദനയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ സന്തോഷം കിട്ടിയ ഒരു സിനിമയാണ്. അപ്പം മകനെന്നുള്ളത് അത് മകനായിട്ടേ സങ്കല്പിക്കാം. പ്രസവിച്ചത് കൊണ്ട് മാത്രമല്ല മകനാകുന്നത്. ആണോ? അതെ, അമ്മയുടെ ജീവിതം കൊണ്ട്. അല്ല, അതിപ്പോ എൻ്റെ മോനും കുഞ്ഞും വരുന്നുണ്ട്. എനിക്കിപ്പോ ഒരു സങ്കടവും ഇല്ല. എന്നും മിക്കപ്പോഴും എൻ്റെ കൂടെ ഉറങ്ങുന്നുണ്ട്. അവർ വേറെ താമസമെങ്കിലും ഇപ്പൊ എന്നെ വിളിച്ചു, ചുടിയായി വന്നതൊക്കെ വിളിച്ചു, അമ്മ എവിടെ ആയി. അപ്പൊ അതുകൊണ്ടാണ് ബേസിലേട്ടനെ സ്വന്തം മകനെ പോലെ തന്നെയാണ്. ഇനി എത്ര സിനിമ ചെയ്താൽ മോൻ സ്വന്തമായി ഡയറക്റ്റ് ചെയ്യുമ്പോൾ അമ്മ ഉണ്ടാകും അതിലെന്ന് പറഞ്ഞിട്ടുണ്ട്. വിളിക്കട്ടെ, സാഹചര്യം കൊണ്ട് വേറെ ആർട്ടിസ്റ്റിനെ വിളിക്കുന്നത് നമുക്ക് അവിടെ വേദനിക്കാനൊന്നുമില്ല. എനിക്ക് ദൈവം അനുഗ്രഹിച്ച് സിനിമ വന്നുകൊണ്ടേയിരിക്കുന്നു. ദൈവമേ, ധാരാളം സിനിമ കിട്ടട്ടെ. മുന്നോട്ടുള്ള വഴിത്തിരിവ് ജഗദീശ്വരൻ തന്ന എൻ്റെ കല മാത്രമേ എനിക്കുള്ളൂ. ഇപ്പം ഞാൻ ആരെയും ആശ്രയിക്കാൻ പോകുന്നില്ല. എൻ്റെ ദൈവം തന്ന എൻ്റെ കല അത് മാത്രമാണ്. എൻ്റെ മാതാപിതാക്കളെയും വയ്യാത്ത ചേച്ചിയെ എല്ലാം സംരക്ഷിക്കാനും എൻ്റെ കല കൊണ്ട് കഴിഞ്ഞു. 3 വയസ്സിൽ തുടങ്ങിയതാണ്. നമ്മുടെ നാട്ടിൽ നിന്നിട്ട പേരാണ് കുടശനാട് കനകം. നാടിൻ്റെ പേരും കൂടി. നാടിൻ്റെ പേര് എന്ന് പറഞ്ഞാൽ 3 വയസ്സിൽ അവിടെ ഇപ്പം ഗ്ലോബൽ മീഡിയ നടത്തുന്ന പ്രസാദ് സാറിൻ്റെ പിന്നെ അപ്പച്ചി തിരുവാതിര കുട്ടിസാറ്, ആശാട്ടി എന്നാണ് ഞങ്ങളെ വിളിക്കുന്നത്. അവിടെ പൂതനാമോക്ഷം എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് അതിനകത്തെ കൃഷ്ണൻ്റെ വേഷത്തിന് ആരുമില്ല. 3 വയസ്സിലെ കുഞ്ഞിന് പൂതനെ കൊല്ലണം. ഒരു 3 വയസ്സെങ്കിലും ഉള്ള ഒരു ഉണ്ണിക്കണ്ണനാവണം. അപ്പോൾ കുടശനാട് മൊത്തം പരതി ആരെയും കിട്ടിയില്ല. അപ്പോഴാണ് കുട്ടിസാറ് തന്നെ പറയുന്നു, ആശാട്ടി പറയുന്നു, നമ്മുടെ നാരായണിയമ്മയുടെ ഇളയ പുത്രി, 8ാമത്തെ പുത്രി
കനകമ്മ ആ ശോഭനയും ഞാനും ഒരു പ്രായം ആച്ച കാലിന് അവൾക്ക് മുടന്തുണ്ട് ജന്മന. അത് കൂടാതെ എന്നെ ആ കൃഷ്ണൻ്റെ വേഷത്തിന് വട്ടമുഖം ചുരുണ്ട മുടി ഒക്കെ കുഞ്ഞിലെ കൃഷ്ണൻ്റെ വേഷത്തിന് കൊള്ളാം എന്ന് പറഞ്ഞ് എടുത്തോണ്ട് പോയി. അമ്മയോട് പറഞ്ഞു, അവർ വന്ന് വിളിച്ചു, അമ്മ കൂടെ കൊണ്ടുപോയി. അമ്മ അവിടെ നിൽക്കുമ്പോൾ തന്നെ പറഞ്ഞു തന്ന് ചെയ്യാമെന്ന് പറഞ്ഞെന്ന് പറഞ്ഞു. അമ്മ എന്നോട് പറഞ്ഞു. അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് പൂതന ചത്തു. പൂതന മരിച്ചു വീണിട്ടും ആളുകൾ വന്ന് പിടിക്കുക, തീർന്നു ഇനി പോരെ, വിടന്നേ, ചത്തില്ല, കൊല്ലട്ടെ. അത് നമ്മുടെ ഉള്ളിൻ്റെ കലയാണ്. ചെയ്തത് പോരാ. കല ഉള്ളിൽ നിന്ന് എവിടെങ്കിലും ഒന്ന് പൊട്ടി വീഴണ്ടേ നമ്മുടെ കല. അതിങ്ങനെ വിമ്മി നിൽക്കും. 3 വയസ്സ് പ്രസന്റ് ചെയ്യാൻ ഒരിടം കിട്ടിയത് എനിക്ക് ആദ്യം 3 വയസ്സിൽ. ഇത് കനകമ്മയല്ല, നമ്മുടെ നാടിൻ്റെ കനകം, കുടശനാടിൻ്റെ കനകം, കുടശനാട് കനകം. എല്ലാവരും കൂടെ കൈയടിച്ച് പാസ്സാക്കി. ഈ 69ാമത്തെ വയസ്സ് ജൂലൈ 22-ന് ഇപ്പോഴും നിലനിൽക്കുന്ന സിനിമാ ഫീൽഡിൽ എൻ്റെ പേര് പറഞ്ഞില്ലെങ്കിലും നാടിൻ്റെ പേര് പറയണം. നാട്ടുകാരാണ് എന്നെ ഇവിടം വരെ എത്തിച്ചത്. ഭയങ്കര സപ്പോർട്ടാണ്. വീട് വെച്ച് തന്നപോലെ ഓർത്തഡോക്സ് സഭയാണ്. ദേവലോക അരമനയിലെ ബാബ തിരുമേനി, അത് നമ്മുടെ നാട്ടിലെ ജോൺസൺ എന്ന് പറയുന്ന അവിടുത്തെ ട്രഷറി എന്തോ ആണ്. 1 വർഷമായില്ല വീട് വെച്ചിട്ട്? ഒറ്റ വർഷം അവിടെ തന്നു. ഞാൻ തന്നെ സിനിമ ചെയ്തു. അവിടെ നിന്ന് 8 ലക്ഷത്തിൻ്റെ വെച്ച് വന്നു. 8 ലക്ഷത്തിന് മുകളിലായി എനിക്ക് ബാക്കി ചിലവെല്ലാം കൂടെ. മൊത്തം എത്ര പൈസയായി വീട്? 525 സ്ക്വയർ ഫീസിൻ്റെ വീടാണ് വന്നത്. നല്ല എൻ്റെ സ്വർഗമാ മോളെ. അതിനകത്ത് എനിക്കൊരു വേദനയില്ലെന്നുള്ളതാ. അവിടെ നിന്ന് ഇരിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും ആളുകൾ, കലാകാരും ഇൻ്റർവ്യൂവിനും എല്ലാം ആളുകളൊക്കെ വരുമ്പോൾ ഞാൻ ഏതോ മരിച്ചു കഴിഞ്ഞ് സ്വർഗത്തിൽ പോകണ്ട, എൻ്റെ സ്വർഗം അതാ. സ്വർഗം എന്നാണ് പേര്? അല്ല, വീടിന്റെ പേരെന്താ? വയലിറക്കത്ത്. ഞങ്ങൾ വയലിൻ്റെ ഇറമ്പിലായിരുന്നു, എൻ്റെ അച്ഛനിട്ട പേരാ. നമ്മളിനി അത് മാറ്റിയാൽ വാർഡ് പോലും ഇപ്പം മാറ്റമില്ല, ഒന്നായി. അപ്പം നമ്മളില്ലേ ആദ്യം മുതൽ നമ്മുടെ ഒഫീഷ്യൽ സംഭവങ്ങളെല്ലാം മാറ്റണം. പക്ഷെ അമ്മക്കതൊരു സ്വർഗമാണ്, സ്വർഗ വീടാണ്. അയ്യോ എല്ലാം എനിക്ക് ആ ജോൺസണോടൊക്കെ ഞാൻ എത്ര സ്തുതി, എൻ്റെ നാട്ടുകാരും. അപ്പം മൊത്തം അമ്മ എത്ര കയ്യിൽ നിന്ന് എത്ര പൈസ എടുത്തു? 8 ലക്ഷമാണോ അവര് തന്നത് ഓർത്തഡോക്സ് സഭ? ഏത് വീട് വെച്ച് തന്നത്? വെപ്പിച്ച് തന്നാൽ നമ്മളൊരു കോൺട്രാക്ടറെ കണ്ടെത്തി, അത് നമുക്ക് ആത്മാർത്ഥമായിട്ട് വീട് വെച്ച് തരുന്ന പമ്പൂര് രാജനും കണ്ണമ്മോനും അതൊക്കെ ഓടി വന്ന് ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞാൽ ഇനി അപ്പുറവശത്ത് ഇടിഞ്ഞു പാദം മതിൽ കെട്ടാനൊക്കെ ഞാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അമ്മ ഈ ജയ 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 ഹേ സിനിമയ്ക്ക് ശേഷം ആ പൈസ കൊണ്ടല്ലേ അമ്മ ഈ വീടിന്റെ വേണ്ടി ജയ ജയ ഹേയിലെ തുടക്കമല്ലേ മോളെ? വലിയ അല്ല, സ്ഥലം വാങ്ങാൻ എനിക്ക് എല്ലാവർക്കും കുറേശ്ശെ, അവരുടെയും തുടക്കമല്ലേ സിനിമ, എല്ലാവർക്കും പൈസ ഒക്കെ കുറേശ്ശെ കൊടുത്ത കണക്ക് പറയരുത് മോളെ. അവിടെ ഒന്നും കണക്കാ, അത് ലക്ഷങ്ങൾ കോടിയുടെ വിലയാ അത്. സിനിമ എന്നെ ഇവിടം വരെ എത്തിച്ചു, അത് തന്നെയാണ് ഏറ്റവും വലിയ മഹാത്മ്യം. നമുക്ക് സ്ഥലം ഉണ്ടായിരുന്നില്ലല്ലോ. ഇല്ല, എൻ്റെ വീട് വിറ്റയത്തിൽ 1 ലക്ഷം ഇട്ടിരുന്നു. പോസ്റ്റ് ഓഫീസ് ഫിക്സഡ് ഡിപ്പോസിറ്റ് സീനിയർ സിറ്റിസൺ ഇട്ടിരുന്നു. അത് എത്ര പ്രയാസം വന്നിട്ടും എടുത്തില്ല. അതുകൂടാതെ കുറച്ച് പൈസ എനിക്ക് തന്നു. റിലീസായതിൻ്റെ 2ൻ്റെ അന്ന് ലക്ഷ്മി വാര്യർ 50,000 രൂപ എനിക്ക് ഇട്ടേക്കുന്നു. ആ സന്തോഷം. ഷൂട്ട് കഴിഞ്ഞ് പോയി വീട്ടിൽ ചെന്നപ്പോഴും എന്നോട് കനകാമ്മയ്ക്ക് ഒരു ബിഗ് സല്യൂട്ട്, കനകാമ്മയെ പോലെ ഒരു ആർട്ടിസ്റ്റിനെ ഞങ്ങൾക്ക് ഈ ക്യാരക്ടറിന് കിട്ടിയതെന്ന് പറഞ്ഞു. അപ്പം തന്നെ എനിക്കറിയാം അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എൻ്റെ ക്യാരക്ടർ ഇഷ്ടപ്പെട്ടു. എന്തുമാത്രം അവരുടെ സിനിമയ്ക്ക് എന്നെയും എൻ്റെ കലാകാരിയെയും ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞു എന്ന്. നമ്മളാരുമല്ല, അത് വിപിൻ ദാസ് പറഞ്ഞു തന്നു, ഞാൻ ചെയ്തു. ഡയറക്റ്റ് ഇല്ലെങ്കിൽ, ഗുരുവില്ലെങ്കിൽ ഒന്നും നടക്കത്തില്ല. എത്ര പൈസയായിരുന്നു പ്രൊഡ്യൂസേഴ്സ് ഒക്കെ അമ്മക്ക് ഇങ്ങനെ ഇത് കനകമ്മ വെച്ചോ എന്ന് പറഞ്ഞിട്ട് ഈ വീടിന്റെ സമയത്ത് സഹായിച്ചതൊക്കെ എങ്ങനെയായിരുന്നു? വസ്തു വാങ്ങിക്കാൻ നേരം അഡ്വാൻസ് 2 ലക്ഷം, അതിൽ കുറവുള്ള 50 കൂടെ ചോദിച്ചപ്പോൾ 5 മിനിറ്റിനകത്ത് എനിക്ക് എൻ്റെ ജയ ജയ ടീം ഇട്ട് തന്നു. ലക്ഷ്മി വാര്യർ, ഗണേഷ് മേനോനാണ് അതിൻ്റെ പ്രൊഡ്യൂസേഴ്സ്, അവരിട്ട് തന്നു. അന്നതുകൊണ്ട് അതിൻ്റെ പിന്നെ എഗ്രിമെൻ്റ് എഴുതി. പിന്നെ കുറേശ്ശെ ഓരോ സിനിമ, കൊണ്ടൽ സിനിമയുടെ ഫസ്റ്റിലത്തെ ഷെഡ്യൂളിൻ്റെ 1 ലക്ഷം ഇട്ട് തന്നപ്പോൾ അതോടങ്ങ് കിണറിന് കൊടുത്തത്. കിണർ അതിൻ്റെ മെമ്മറിയാണ് കൊണ്ടൽ സിനിമ. എല്ലാം ഞാൻ എന്തൊക്കെ ചെയ്തോ, ക്യാമറയും വെച്ചിട്ടുണ്ട്, എല്ലാം എൻ്റെ സിനിമയുടെ കാശാണ്. ഓരോ സിനിമയും ചെയ്യുമ്പോൾ അതിൻ്റെ ഇതായിട്ട് ആ കിട്ടുന്നതിനോടൊപ്പം തന്നെ പാവങ്ങളെ സഹായിക്കുന്ന ഒരു രീതിയും കൂടെ ഉണ്ട്. സിനിമ ചെയ്തിട്ടല്ല, അത് പണ്ട് മുതലേ ഉള്ളവർ എൻ്റെ മാതാപിതാക്കളെ കണ്ട് വളർന്നതല്ലേ. അതുകൊണ്ട് ആ ഒരു ദാനശീലം, അർഹതപ്പെട്ടവരെ അത് കൊടുത്ത് സഹായിക്കാൻ ഒരു മനസ്സ്
എൻ്റെ ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. അതെൻ്റെ ജന്മത്തിലെ മാതാപിതാക്കളെ നോക്കിയതും ഇതും എൻ്റെ ഒരു സംതൃപ്തമായ ഒരു ജീവിത രീതിയാണെന്ന് എനിക്ക് ആത്മസംതൃപ്തിയാണത്. ആ നമ്മുടെ ജീവിതത്തിന്റെ പുണ്യമാണത്. അതെ, എല്ലാരെയും സഹായിക്കാന്ന് പറയുന്നത്. അമ്മക്കപ്പോ ഇപ്പൊ വീട് വെച്ചിട്ട് എന്തെങ്കിലും കടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്? ഒരു കടവും ഇല്ലാത്ത ഒരു വ്യക്തിയാണ്. ആരോഗ്യമുള്ള ഒരു ശരീരവും കടവില്ലാത്ത ഒരു ജീവിതം ഉണ്ടെങ്കിൽ അതാണ് നമ്മുടെ സമ്പത്ത്. അറിവ് വേണം, അത് വേറെ. സിനിമ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു കടവും ഇല്ലാതെ തീർച്ചയായിട്ടും. ഇല്ലെങ്കിൽ നമുക്ക് ഞാൻ വാടകയ്ക്കൊക്കെ താമസിച്ചു, 5 വർഷം താമസിച്ചു. ഒത്തിരി വേദനകൾ എന്ന് പറഞ്ഞാൽ ഇല്ലായ്മ അന്നവും വസ്ത്രം മുട്ടിയിട്ടില്ല. നാടകത്തിനൊക്കെ പോകുമ്പോൾ വായിക്കുന്ന ഡ്രസ്സുകൾ അടിപൊളി ഡ്രസ്സുകൾ ഇന്നും അതെല്ലാം, പക്ഷേ അന്നവും വസ്ത്രവും മുട്ടിയിട്ടില്ല. പക്ഷെ നമുക്ക് ഇഷ്ടത്തിനൊന്നും ഇവിടുന്ന് അവിടെ വരെ ഒന്ന് ഓട്ടോ വിളിച്ച് പോകണം, പെട്ടെന്നൊരു യാത്ര ചെയ്യണം, ഒരു വണ്ടി വിളിച്ച് പോകണം, ഒക്കെ നമ്മുടെ കയ്യിൽ പൈസ സാമ്പത്തിക ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പം എനിക്ക് ഇല്ലായ്മയില്ല. പിന്നെ നാടകത്തിന് 4000 രൂപ പെൻഷൻ. ഇപ്പൊ എന്തായാലും നമുക്ക് വീടായല്ലോ. ഇപ്പൊ ആരും സിനിമ തന്നില്ലേലും തരാതിരിക്കല്ലേ. അപ്പോ ആ ഇടം ഉണ്ട്, കിടക്കാനൊരിടം, കടമില്ലാത്ത വീട്. 4000 രൂപ പതിവായി എല്ലാ മാസവും നാടകത്തിലൂടെ ക്ഷേമനിധിയിൽ അടച്ചത് കിട്ടുന്നുണ്ട്, പെൻഷൻ കിട്ടുന്നുണ്ട്. അപ്പൊ അത് മാത്രമായാലും നമുക്ക് പറ്റണം. ആരും വേറെ അസുഖങ്ങളൊന്നും വന്നില്ല, അത് മതി എനിക്ക് ധാരാളം. അമ്മയിലൊക്കെ അമ്മ വേണ്ടാക്കള ഇപ്പോഴേ എനിക്ക് അതിന് ഉള്ള അതിലൊന്നും ഞാൻ കാരണം അതിൻ്റെ ആവശ്യമുണ്ടോയെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അല്ലെങ്കിൽ തന്നെ എനിക്ക് എല്ലാവരും വിളിച്ച് തരുന്നുണ്ട്. വലിയ എമൗണ്ട് കൊടുത്ത് ഞാൻ അതിൽ ചേരുന്ന പൈസ കൊണ്ട് എനിക്ക് ഇപ്പോൾ ഒരു 10-20 പേർക്ക് എനിക്ക് എന്തെങ്കിലും ചെയ്യാവുന്നതാണ് എൻ്റെ മനസ്സ്. അപ്പോൾ എല്ലാവരും ചോദിക്കും, കാശുണ്ടായപ്പോലും വണ്ടി എടുക്കത്തില്ല. എനിക്ക് അതിന് ചിലവാക്കുന്ന കാശ്, മെയിൻ്റെനൻസ് ചെയ്യുന്ന കാശ്, ഏതായാലും എൻ്റെ ഡാൻസ് പഠിപ്പിച്ച സ്റ്റുഡൻസൊക്കെ 2-3 പേർക്ക് നമ്മുടെ നാട്ടിൽ വണ്ടിയുള്ളൂ, ജീവിക്കാൻ വേണ്ടി ഒരു വണ്ടി എടുത്തിട്ടതല്ലേ. അവത്തങ്ങൾക്ക് ഒരു ഓട്ടം കൊടുക്കണം എനിക്ക്. അല്ലാതെ ആര് വണ്ടി എടുത്തിട്ട് എവിടെയെങ്കിലും കൊണ്ടിട്ട് തട്ടി അതിൻ്റെ പുറകെ കേസിനും വഴക്കിനും പോകണം, തലവേദനയാണ്. ഒന്നുമില്ലാത്ത 10 വണ്ടി നമ്മുടെ കാർ പോർച്ചിൽ കിടക്കുന്നെന്നിരിക്കട്ടെ, അങ്ങനെയൊന്നും എനിക്ക് ആർഭാടം ഒന്നും വേണ്ട. അതെ, കിടക്കുന്നെന്നിരിക്കട്ടെ, നമുക്ക് നടക്കാൻ വയ്യ, ബാത്റൂമിലൊന്ന് പോകാൻ വയ്യ, ആളുകൾ പിടിച്ചോണ്ട് പോകണം, വണ്ടി കിടക്കുന്നതിൽ അർത്ഥമില്ല. അപ്പം നമുക്ക് അതിലൊന്നും അല്ല എനിക്ക്. നമുക്ക് പട്ടിണിയില്ലാതെ കടവില്ലാതെ മുന്നോട്ട് ജീവിച്ച് ഇനി എത്ര കാലം? വളരെ വളരെ വിരളമായ കാലമേ ഉള്ളൂ. നമ്മൾ അവിടെ നമുക്ക് ആവശ്യത്തിന് വർക്ക് കിട്ടുന്നുണ്ട്. എൻ്റെ പ്രകമ്പനം സിനിമയുടെ ഷൂട്ട് കഴിഞ്ഞാണ് നവാസ് മരിച്ചില്ലേ, അതിൻ്റെ സെറ്റിലാണ് ഇതേപോലെ തന്നെ ഒരു ക്യാരക്ടർ. നവാസൊക്കെ ഞാൻ ഒന്നിച്ച് കോമ്പിനേഷൻ സീൻ ഇല്ലായിരുന്നു, ഞാൻ അറിയുന്നില്ല. എനിക്ക് ഒരു ദിവസത്തെ ഷൂട്ടേ ഉള്ള നല്ല ക്യാരക്ടറാണ്, മോഡേൺ ഒരമ്മ. അപ്പോൾ ഞാൻ വണ്ടി ബുക്ക് ചെയ്ത് വരാൻ നേരം പറഞ്ഞു, പ്രൊഡക്ഷൻ കൺട്രോളർ പറഞ്ഞു, ശശി പൊതുവാൾ പറഞ്ഞു, അമ്മ ഇന്ന് വരണ്ട, നാളെ വന്ന. അപ്പം ഞാൻ ബുക്ക് ചെയ്തു, അത് ഞാൻ ക്യാൻസലാക്കി. പന്തളത്തുനിന്ന് ഇങ്ങോട്ട് വരാൻ ബുക്ക് ചെയ്തു വണ്ടി, നല്ല വണ്ടി ഉണ്ടല്ലോ ഇപ്പം. അപ്പോൾ അപ്പം ഞാൻ 4-ാം തീയതി ബുക്ക് ചെയ്തു. പിന്നെ എന്നോട് പറയുന്നേ, അമ്മേ നമ്മുടെ പ്രകമ്പനം സെറ്റിലേതാണ് നവാസ്, ഷൂട്ട് സ്ഥലത്ത് വെച്ച് ഇല്ലായ്മയായി പോയത് നമ്മുടെ സെറ്റിലാണെന്നും പ്രകമ്പനം സിനിമയാണെന്നും പേര് അപ്പോഴാണ് അറിയുന്നത്. ഇന്നലെയൊക്കെ അവിടെ വന്നപ്പോൾ അത് 1 മിനിറ്റ് ഞാൻ മനസ്സുകൊണ്ട് ആത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ചു. സെറ്റിൽ എല്ലാവരും ഇപ്പോഴും ആ ഒരു ഭീതി മാറിയിട്ടില്ല, ആ മരണത്തിൻ്റെ ഒരു. കാരണം നവാസിനെ സംബന്ധിച്ചിടത്തോളം ആഹ്ലാദം. ഈ ഒരു 3 വയസ്സ് മുതൽ 90 വയസ്സുള്ള ആർട്ടിസ്റ്റ് എല്ലാം പുള്ളിയുടെ ഫ്രണ്ട്സാണ്, നിഷ്കളങ്കനാ, എല്ലാം മനസ്സിൻ്റെ ഉടമയാണ്. അപ്പോൾ ആ പ്രകമ്പനം സിനിമ ഇന്നലെ ഞാൻ പോയി അഭിനയിച്ചു. മല്ലിക ചേച്ചിയൊക്കെ ഉണ്ടെന്ന് പറയുന്നു അതിനകത്ത്. ഞങ്ങൾക്ക് കോമ്പിനേഷൻ സീൻ ഇല്ല. അപ്പൊ നവാസൊക്കെ കുറിച്ച് അവിടെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്ന നമ്മൾ കേട്ടായിരുന്നു, എന്താ ശരിക്കും അന്ന് പറ്റിയെന്നൊക്കെ? അത് സ്വാഭാവികമാക്കളെ, പിന്നെ അങ്ങോട്ട് വീഴുവോ വല്ലതും ചെയ്തതിൻ്റെ ആയിരിക്കും, അല്ലാതെ ഒന്നും അവിടെ പുള്ളിയെ ഇത്രയും നല്ല മനസ്സിൻ്റെ ഉടമ ആരും എന്ത് ചെയ്യും, ഒന്നും അവിടെ ആരുമില്ല. അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു മരണമായതാണ് ആർക്കും. അത് പെട്ടെന്ന് സൈലന്റ്, നേരത്തെ പല പ്രാവശ്യം ഇത് ഉണ്ടായിട്ടുണ്ടല്ലോ, അതുകൊണ്ട് അറ്റാക്ക്. ഇപ്പോഴും എല്ലാവരും ഒരു വിഷമത്തിൽ തന്നെയാണല്ലേ. ഒരു ദിവസം ഷൂട്ട് മൊത്തം സ്റ്റക്കാക്കി, ഇപ്പോഴും അതിൽ നിന്ന് മാറിയിട്ടില്ല ആരും. സംവിധാനം എല്ലാവരും അതിൻ്റെ ഒരു ആ ഒരു വിഷമം, അതിൻ്റെ എല്ലാവർക്കും ഒരു സന്തോഷത്തിന് വകയില്ല. രാത്രിയിലേ ഉള്ളൂ ഷൂട്ട്. അല്ലെങ്കിൽ ഷൂട്ട് എന്ന് പറയുമ്പോൾ ഒരു ആഹ്ലാദമായിരിക്കല്ലോ സെറ്റ് ഒക്കെ. പിന്നെ
ബാങ്ക് വിളിക്കുമ്പോൾ ഏത് ജോലിയും ഒന്ന് സ്റ്റക്കാക്കി വെക്കണം. ഉള്ളൊരുക്കി ദൈവത്തെ വിളിക്കുന്ന എനിക്ക് നമുക്ക് അല്ലാഹു അക്ബർ അത് ഞാൻ ഓരോ ഇതിലും ഒരു ഗ്രൂപ്പുണ്ട്, തന്നെത്താൻ ഉണ്ടാക്കി പാട്ടുണ്ടാക്കി അതിനകത്ത് രൂപമില്ല, ലിപി മാത്രമാണ്, രൂപമില്ല. ഹിന്ദു മുസ്ലിം കഥാപാത്രങ്ങളുണ്ട്, ഹിന്ദു ക്രിസ്ത്യാനി, അവർക്ക് ലിപിയാണ്. അള്ളാഹുവിന് രൂപമില്ല, അതാണ് അതിൻ്റെ സത്യം. ലിപികളാണ്, വാക്കുകളാണ്. അമ്മ എല്ലാ ദൈവത്തിലും വിശ്വസിക്കുന്നതാണ്? എല്ലാം എന്ന് പറഞ്ഞാൽ എല്ലാം ഒന്നാണ്. അള്ളാഹുവും യേശുവും എല്ലാം നമുക്ക് മനസ്സിലാകാൻ വേണ്ടി ചിത്രീകരിച്ചിരിക്കുന്ന കഥ രൂപത്തിൽ പറഞ്ഞാലേ മനുഷ്യന്. ഒരു കൊച്ചു കുഞ്ഞിനോട് ഒരു തിയറി പറഞ്ഞ നന്മ പറഞ്ഞാൽ അവൻ കേൾക്കത്തില്ല. ചെറുകഥ രൂപത്തിൽ കഥ പറഞ്ഞു കൊടുത്ത് അവൻ അത് മനസ്സിലാക്കും. അതിൻ്റെ അതാണ് അതിൽ അങ്ങനെയാണ് നമ്മുടെ ബൈബിളിലും ഖുറാനിലും ഭാഗവത രാമായണത്തിൽ എല്ലാം കഥാപാത്രങ്ങളെ ചെയ്ത് നമുക്ക് മനസ്സിലാകാൻ വേണ്ടി അവർ ചെയ്യുന്ന ക്രൂരത, അല്ലെങ്കിൽ ഒരു ക്രൂവൽ ക്യാരക്ടർ, നന്മയുള്ള ഒരു ഇതൊക്കെ നമുക്ക് മനുഷ്യ മനസ്സിന് മാറ്റം വരാൻ വേണ്ടി ചെയ്തിരിക്കുന്നു.